മനുവിന് മമ്മൂട്ടിയെ കാണാൻ അവസരമൊരുങ്ങുന്നു. ഒരു കൈ മാത്രമുള്ള മനു മമ്മൂട്ടിയെ കാണാനുള്ള ആഗ്രഹം കൈരളി ന്യൂസിലൂടെയാണ് പങ്കുവച്ചത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മലയാളത്തിൻ്റെ മഹാനടൻ മനുവിനെ കാണാൻ സമ്മതിച്ചിരിക്കുന്നു. സനോജ് ചേരുന്നു. സനോജ്, എന്തായാലും മനുവിന് വലിയ സന്തോഷമായി കാണും. ഇക്കാര്യം മനുവിനോട് സനോജ് പറഞ്ഞോ? തീർച്ചയായിട്ടും മനുവിനോട് ഇക്കാര്യം നമ്മൾ അറിയിച്ചു. കാരണം മാളികപ്പുറത്തിന് സമീപമുള്ള നമ്മുടെ അന്നദാന മണ്ഡപത്തിൻ്റെ ചുമരുകളിലാണ് ഇപ്പോൾ ഈ അയ്യപ്പ ചരിതത്തിൻ്റെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് വരയ്ക്കാൻ പോകുന്നത് വലിയൊരു ചിത്രമാണ്. അത് പുലിപ്പാലുമേന്തി അയ്യപ്പൻ വരുന്നതിൻ്റെ ചിത്രമാണ്. സന്തോഷത്തോടു കൂടി നമ്മളെ കെട്ടിപ്പിടിക്കുകയായിരുന്നു മനു. ഇപ്പോൾ മനു നമുക്കൊപ്പം തന്നെ ഉണ്ട്. മനുവിനെ ഈ ആഗ്രഹം നമ്മൾ മമ്മൂട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുകൂടെയായിട്ടുള്ള റോബർട്ട് കുര്യാക്കോസിനെയും വാർത്ത അയച്ചു കൊടുത്തു. മമ്മൂട്ടി ഇപ്പോൾ ശ്രീലങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം ശ്രീലങ്കയിൽ വെച്ച് ഈ വാർത്ത കണ്ടു. ഈ വാർത്ത കണ്ടതിന് ശേഷം മനുവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് റോബർട്ട് കുര്യാക്കോസ് മുഖേന നമ്മളെ അറിയിച്ചു. ആ ആഗ്രഹം നമ്മൾ മനുവിനോട് പറഞ്ഞു. മനു ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുകയാണ്. മനുവിൻ്റെ ആഗ്രഹമായിരുന്നു മമ്മൂട്ടിയെ കാണണമെന്നുള്ളത്. മമ്മൂട്ടി കാണാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. എന്തു തോന്നുന്നു? പറഞ്ഞറിയിക്കാത്ത സന്തോഷം സാർ. ഈ ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് കയ്യില്ലാത്ത തന്നെ ഈ ഇടത് കൈ കൊണ്ട് ചിത്രങ്ങൾ വരച്ചാൽ ഭഗവാൻ ഇഷ്ടപ്പെടുമോയെന്ന് പറഞ്ഞ വിഷമത്തോട് പറഞ്ഞൊരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് ഈ ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് ഭഗവാന്റെ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. വരയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു എനിക്ക് നമുക്ക് സന്തോഷപരമായ ഒരു കാര്യമല്ലേ. അപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോട് വേണ്ട സംസാരിക്കാൻ. പറഞ്ഞോളൂ. പണ്ട് മുതലേ എനിക്കുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് മമ്മൂട്ടി സാറിനെ കാണണമെന്നുള്ളത്. അത് ഈ ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്നപ്പോഴേ എനിക്കത് സാധിച്ചു. അതിന് ആദ്യം നന്ദി പറയേണ്ടത് കൈരളി ചാനലിലെ റിപ്പോർട്ടറായ സനോജ് സാറിനും പിന്നെ ക്യാമറാമാൻ സാർ ജയപ്രകാശ് സാറിനും നന്ദി ലഭിക്കണം. പറഞ്ഞാൽ വാക്കുകളില്ല. മനു വലിയ സന്തോഷത്തിലാണ്. മനുവിന് സന്തോഷവുമുണ്ട്, ഒപ്പം തന്നെ ഒരു ആനന്ദ കണ്ണീർ വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ ദീർഘകാലമായുള്ള ഒരു ആവശ്യം, നമ്മൾ ഈ വാർത്തയുടെ ഭാഗമായി വാർത്ത തേടി പോകുമ്പോഴാണ് ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് അത് വാർത്തയാക്കി. അപ്പോഴാണ് നമ്മളോട് ഈ ഒരു ആഗ്രഹം പങ്കുവച്ചത്. ആ ആഗ്രഹം സാധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു കാര്യം. എന്തായാലും മനുവിൻ്റെ ആഗ്രഹം സാധിക്കാൻ ഇനി അധിക നാൾ കാത്തിരിക്കേണ്ടി വരികയില്ല. ഒരു 2 മാസക്കാലം തീർത്ഥാടന സമയത്തിൻ്റെ ഒരു പകുതി മുക്കാലോളം ഭാഗം മനു സന്നിധാനത്ത് തന്നെ ഉണ്ടാവും. അതിനുശേഷം മനു സ്വന്തമായി വരച്ചു വെച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഒരു ചിത്രം. അത് പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയായതിനു ശേഷം ആ ചിത്രം മമ്മൂട്ടിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് മനുവിൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം എത്രയും വേഗം സാഫല്യമാവട്ടെ എന്നുള്ളതാണ് നമുക്കും ആശംസിക്കാനുള്ളത്. ഷമ്മി. സനോജി, 2 കൈയുള്ളവർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഒരു കൈ കൊണ്ട് മനു എന്ന വലിയ കലാകാരൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കലാപ്രവൃത്തി എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ അതിൻ്റെ ഭാഗികമായ രൂപങ്ങളാണ് കാണുന്നെങ്കിൽ പോലും എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ചിത്രങ്ങൾ, അയ്യപ്പൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു വലിയ കലാകാരനാണ്. തീർച്ചയായിട്ടും മനുവിനെ പോലെ ഒരു കലാകാരനെ കാണുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നടൻ്റെ ഒരു സന്തോഷം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുവിന് അതിനൊരു അവസരം ഒരുങ്ങിയിരിക്കുന്നു. അതിന് കൈരളി ചാനൽ ഒരു നിമിത്തമായിരിക്കുന്നു. അതുമാത്രമാണോ, സന്നിധാനത്ത് ഇപ്പോൾ ഒരുപാട് കലാകാരന്മാരുടെ ഒരു ആഗ്രഹമായിരിക്കും സന്നിധാനത്തൊരു പടം വരയ്ക്കുക അല്ലെങ്കിൽ ഒരു കലാപരിപാടി അവതരിപ്പിക്കുക എന്നൊക്കെ. ഈ ഒരു കാര്യത്തിൽ മനു ഭാഗ്യവാനാണ് സനോജ്. തീർച്ചയായിട്ടും മനുവിൻ്റെ ആ ഭാഗ്യത്തിൽ പങ്കുചേരാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്നത്. ഇപ്പോൾ മനുവിന് കയറി നിന്ന് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്താണ് അടുത്ത ചിത്രം വരയ്ക്കാൻ പോകുന്നത്. ഏകദേശം 20 അടിയോളം ഉയരത്തിൽ പുലിപ്പാലേന്തി വരുന്ന അയ്യപ്പൻ്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. അവിടെ ഈ മാളികപ്പുറത്തിന് സമീപമുള്ള വലിയ അന്നദാന മണ്ഡപത്തിലാണ് ഈ ചിത്രം വരയ്ക്കാൻ ഒരുങ്ങുന്നത്. അയ്യപ്പ ചരിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ചിത്രവും വരിക. അപ്പോൾ അതിനുവേണ്ടിയുള്ള നിലയിടുകയാണ്. മനുവിനെ സഹായിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് പ്രത്യേക ആളുകളെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ മനു ഈ സന്നിധാനത്തേക്ക് വരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മുഖേനയാണ്. അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്താണ് മനുവിനെ സന്നിധാനത്ത് ഈ അയ്യപ്പ ചരിതം വരയ്ക്കാൻ വേണ്ടി എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ മന്ത്രി VN വാസവനാണെങ്കിൽ പോലും മനുവിൻ്റെ ഈ കലാസൃഷ്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ മനുവിനെ പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയുണ്ടായി. അത് ഒക്കെ ഉണ്ടാവുന്നു, നമ്മൾ വാർത്തയാവുന്നു, നമ്മുടെ വാർത്ത മമ്മൂട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. മമ്മൂട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അദ്ദേഹം മനുവിൻ്റെ ആഗ്രഹം സാധിക്കാൻ ഒപ്പമുണ്ടാകുമെന്ന് അറിയിക്കുന്നു. അതിന് റോബർട്ട് കുര്യാക്കോസ് എന്ന് പറയപ്പെടുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത ആൾ നമ്മൾക്ക് ഇടയിൽ ഒരു പാലമായി മാറുന്നു. എന്തായാലും വലിയധികം സന്തോഷമുണ്ട്. അനു,
ഈ ഘട്ടത്തിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ടോ? ഉണ്ട് സാറേ, ഉണ്ട്. മനുവിന് സന്തോഷമുണ്ട്, ഒപ്പം തന്നെ ഈ സന്തോഷം കൊണ്ട് കണ്ണീർ പൊഴിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ ഭാഗമാകാൻ നമ്മൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചും ഏറെ സന്തോഷം നൽകുന്ന കാര്യം. ഷമ്മി, തീർച്ചയായും സനോജ്, മനു ഒരു വലിയ കലാകാരനാണ്. അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള അവസരമുണ്ടാകട്ടെ. ഉടൻ തന്നെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയെ കാണാനും അദ്ദേഹത്തിന് അവസരം ഒരുങ്ങട്ടെ.